കൂട്ടുകാരെ 2025 ഏപ്രിൽ മാസത്തിൽ സാംസങ് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് 5G ഫോണുകളാണ്. എ സീരീസിൽപ്പെട്ട രണ്ട് 5G ഫോണുകളാണ് A36ഉം A56ഉം. ഇതിൽ A36 എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കാരണം ഈ ഒരു മോഡലിനെ കുറിച്ച് ഒരുപാട് പേർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഫോൺ നല്ലതാണോ, ഈ ഒരു ഫോൺ എടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ ഒരു ഫോണ് വാല്യൂ ഓഫ് മണി ആണോ, അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള മൂല്യം ഈ ഒരു ഫോണിനുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഏകദേശം 4 മാസം അടുപ്പിച്ചാവാറായി, 3 മാസത്തിൽ കൂടുതലായി ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂസേഴ്സിന്റെയും അതുപോലെ തന്നെ ടെക്നിക്കൽ വ്യൂവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഇത്. നമുക്ക് വാല്യൂ ഓഫ് മണി ആണോ എന്നുള്ളത്, ഈ ഒരു എമൗണ്ടിൽ വാല്യൂ ഓഫ് മണി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇതിന്റെ പ്രൈസ് റേറ്റ് പറഞ്ഞുതരാം. ഇത് 3 വേരിയന്റിലാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ 8GB റാമും 128 സ്റ്റോറേജുമുള്ള വേരിയന്റിന് ഏകദേശം 31,000 രൂപയും, അതുപോലെ തന്നെ സെക്കൻഡ് വേരിയന്റായ 8GB റാമും അതുപോലെ തന്നെ 256 സ്റ്റോറേജ് സ്പേസുമുള്ള വേരിയന്റിന് ഏകദേശം 34,000 രൂപയും, അതുപോലെ തന്നെ 12GB റാമും 254 സ്റ്റോറേജുമുള്ള മറ്റൊരു വേരിയന്റ്, മൂന്നാമത്തെ വേരിയന്റിന് 37,000 രൂപയുമാണ് ഇതിന്റെ പ്രൈസ് റേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് റേറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കാം. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.7 ഇഞ്ചിന്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലുള്ളത്. ഫുൾ HD ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ. നല്ല ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ഒക്കെ ഈ ഒരു ഡിസ്പ്ലേക്ക് ഉണ്ട്. നമുക്ക് ഇൻഡോർ ആയിരുന്നാലും ശരി, ഔട്ട്ഡോർ ആയിരുന്നാലും ശരി, അതായത് വെയിലത്തായിരുന്നാലും ശരി, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫോൺ നോക്കാനും എല്ലാം സാധിക്കുന്ന നല്ല ബ്രൈറ്റ്നസ്സോട് കൂടിയുള്ള ഒരു ഫോൺ തന്നെയാണ്, ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നമില്ല, വാല്യൂ ഓഫ് മണിയാണ് ഈ ഒരു ഫോണിന്. ഈ ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് മണിയാണ്. പക്ഷേ നമുക്കതിൽ 100ൽ 100ഉം കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഇതിൽ കുറച്ച് നെഗറ്റീവ് പോയിന്റ്സുകളുണ്ട്. ഒന്നാമത്തെ നെഗറ്റീവ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ബെസൽസ് ആണ്. ചെറിയൊരു ബെസൽസ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിൽ നമുക്ക് സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 86.5 ആണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു ബെസൽസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അത് വലിയ ഒരു പ്രോബ്ലംസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും അതൊരു നെഗറ്റീവ് പോയിന്റ്സ് തന്നെയാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഇതിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ഡിസ്പ്ലേക്കിൽ വരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഗോറില്ല ഗ്ലാസിന്റെ വിക്ടിം പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് നമുക്ക് വിക്ടിം 2 കൊടുക്കാമായിരുന്നു, പ്രൊട്ടക്ഷൻ ആയിട്ട് ഗോറില്ല ഗ്ലാസിന്റെ വിക്ടിം 2 കൊടുക്കാമായിരുന്നു. പക്ഷേ അതിൽ വിക്ടിം പ്ലസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേ വളരെ പെർഫെക്റ്റ് ആണ്. ഞാൻ ഇതിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 92% ആണ് ഇതിന് കൊടുക്കുന്നത്. ഞാൻ വാല്യൂ കൊടുക്കുന്നത് പെർസെൻറ്റേജ് ആണ് വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ 5000 mAh ഒരു ബാറ്ററിയാണ് ഉള്ളത്. അതുപോലെ തന്നെ 47 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിങ്ങും ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 31,000 രൂപയ്ക്കും 37,000 രൂപയ്ക്കും ഇടയ്ക്ക് വരുന്ന ഈ ഒരു പ്രൈസിന് ഈ ഒരു ബാറ്ററി സൂട്ടബിൾ ആണോ, വാല്യൂ ഓഫ് മണി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അല്ല എന്ന് തന്നെ പറയും. അതായത് ബാറ്ററി ബാക്കപ്പും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഓക്കെയാണ്. ഏകദേശം നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 13-14 മണിക്കൂർ വരെയൊക്കെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്, ഡെയിലി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് യാതൊരു പ്രശ്നവും ആരും പറയുന്നില്ല. പക്ഷേ ഇതിൽ നമുക്കൊരു 6000 mAh ബാറ്ററി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു നെഗറ്റീവ് പോയിന്റ്സ് എന്ന് തോന്നുന്നത് നമുക്ക് ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നിർത്തി കഴിഞ്ഞാൽ ബാറ്ററിയും ഓക്കെയാണ്. ഞാൻ ഇതിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 90 ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയാം. ക്യാമറ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ 3 ക്യാമറയാണ് വരുന്നത്. 50 MB ഒരു വൈഡ് ക്യാമറയും 8 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയും 5 MB ഒരു മൈക്രോ ക്യാമറയുമാണ് വരുന്നത്. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഫോട്ടോസുകളൊക്കെ എടുക്കാൻ സാധിക്കും. ഒരു എബോ ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ നല്ല രീതി നമ്മുടെ ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിന് അനുസരിച്ചുള്ള ഒരു ക്യാമറ മറ്റു ഫോണുകളുടെ മോഡലുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ക്യാമറ ഇതൊന്നും ഇതിനകത്തില്ല, അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. എങ്കിലും നമുക്ക് ആവറേജ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഒരു ഫോണിന് ഉണ്ട് എന്നുള്ളതാണ്. ഒരു എബോ ആവറേജ് നമുക്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ ഇതിന് കൊടുക്കുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു 85 മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. 80-85 അത്ര പെർസെൻറ്റേജ് മാത്രമേ എനിക്ക് ഇതിന്റെ ക്യാമറയ്ക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ, റിയർ ക്യാമറയ്ക്ക്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു കാര്യം, ഇതിന്റെ 4K റെസൊല്യൂഷനിൽ, അതായത് 30 FPS നമുക്ക് 4K വീഡിയോസുകൾ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയാം. ഫ്രണ്ട് ക്യാമറയും ബെറ്റർ ക്യാമറ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് 12 MB ഒരു ക്യാമറയാണ് ഇതിൽ ഫ്രണ്ടിൽ സെൽഫി ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ ഏകദേശം ഒരു എബോ ആവറേജ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വാല്യൂ ഓഫ് മണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം ഈ മറ്റു കമ്പനികളുടെ മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഒരു
പ്രൈസ് റേറ്റിൽ ഇത് ഒരു എബോ ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമേ പറയാനുള്ളൂ. ഇതിലൊരു 75% സെൽഫി ക്യാമറയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഇനി ഇതിന്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 6ന്റെ 3rd ജനറേഷനിൽപ്പെട്ട ഒരു പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ വലിയ ഒരു പ്രോസസ്സർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എബോ ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു പ്രൈസിൽ ഇതിലേക്കാട്ടി നല്ല പ്രോസസ്സറുകൾ പല കമ്പനിക്കാരും കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് എബോ ആവറേജ്, ഒരു ആവറേജിനെ കാട്ടി കുറച്ചും കൂടി മുകളിലോട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സർ മാത്രമേ ഉള്ളൂ. അത്രയ്ക്കുള്ള സ്പീഡും മറ്റു കാര്യങ്ങളും മാത്രമേ ഈ ഒരു ഫോണിലുള്ളൂ. ഈ ഒരു പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ട് ഹൈ എൻഡഡ് ആയിട്ടുള്ള ഗെയിമുകളോ ഹൈ എൻഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളോ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കും. നോർമൽ ഒരു ഗെയിമിംഗ് കളിക്കാനൊക്കെ, നോർമലായിട്ടുള്ള ഗെയിമുകളൊക്കെ കളിക്കാൻ സാധിക്കും. എന്നാൽ നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകളൊക്കെ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ ഹീറ്റിംഗ്, അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ലാഗിങ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സർ ഒരു എബോ ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ പ്രോസസ്സറിന് ഞാൻ കൊടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 70% മാത്രമേ ഞാൻ ഇതിന്റെ പ്രോസസ്സറിന്റെ റേറ്റ്, അതായത് അതിൻ്റെ ഗുണമേ ഇതിനുള്ളൂ എന്നുള്ളതാണ് പ്രോസസ്സർ. ഇനി അടുത്തായിട്ട് നോക്കുന്നത് ഇതിന്റെ പെർഫോമൻസ് ആണ്. പ്രോസസ്സർ താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഹീറ്റിംഗ് ഇഷ്യൂസുകൾ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ ലാഗിങ്ങും മറ്റു കാര്യങ്ങളും പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് അനുസരിച്ചുള്ള പെർഫോമൻസ് ഒന്നും ഈ ഒരു ഫോണിന് ഇല്ല എന്നുള്ളതാണ്. പെർഫോമൻസ് ബേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത് ഒരു 70% മാത്രമാണ് പെർഫോമൻസ് ബേസിൽ എനിക്ക് ഇതിൽ കൊടുക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് നമുക്കിതിന്റെ ഫീച്ചേഴ്സ് ആണ്. എത്രമാത്രം ഫീച്ചേഴ്സുകളാണ് ഇതിലുള്ളത്. സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ, അതായത് പ്രീമിയം ഫോണുകളിൽ പെട്ടിട്ടുള്ള ഏകദേശം കുറച്ചൊക്കെ ഫീച്ചേഴ്സുകൾ ഇതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണുണ്ട്. AI ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിൽ. ക്യാമറ AIയും എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഫീച്ചേഴ്സിനെ സംബന്ധിച്ച് യാതൊന്നും നോക്കേണ്ടത്, ബെസ്റ്റ് ഫീച്ചേഴ്സുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഏകദേശമുള്ള പ്രീമിയം ഫീച്ചേഴ്സുകളെല്ലാം തന്നെ ഫോണിൽ അവർ സാംസങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ എനിക്കിതിന് ഏകദേശം 95% വരെ എനിക്കിതിന് റേറ്റ് കൊടുക്കാൻ സാധിക്കും. കാരണം ഫീച്ചേഴ്സുകൾ മറ്റു കാര്യങ്ങൾ ബെറ്റർ. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കാം. ബിൽഡ് ക്വാളിറ്റി തന്നെ വളരെ പക്ക, നല്ല നീറ്റ് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫ്രണ്ട് ഡിസ്പ്ലേ സംബന്ധിച്ച് അതിനൊരു ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ, വിക്ടിം പ്ലസിന്റെ ഒരു ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ബാക്കും ഗ്ലാസ് ആണ്, ബാക്കിലും വിക്ടിം പ്ലസിന്റെ ഒരു ഗൊറില്ല ഗ്ലാസ് സപ്പോർട്ടിങ് ബാക്ക് ഗ്ലാസിനും ഉണ്ട്. അതുപോലെ തന്നെ സൈഡ് എന്ന് പറയുന്നത് ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റൽ ഫ്രെയിം അല്ല, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രെയിം തന്നെയാണ് അതിലുള്ളത്. അതായത് ബിൽഡ് ക്വാളിറ്റി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബിൽഡ് ക്വാളിറ്റി യാതൊരു കോംപ്രമൈസ് സാംസങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഏകദേശം ഒരു 95% ബിൽഡ് ക്വാളിറ്റിക്ക് ഞാൻ ഈ ഫോണിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ സ്റ്റൈല് എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ല സ്റ്റൈൽ തന്നെ ഈ ഒരു ഫോണിനുണ്ട്. നല്ല സ്റ്റൈലുണ്ട് ഈ ഒരു ഫോണിന്. കാണാനും ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ നല്ല ഒരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റൈലിന്റെ കാര്യത്തിലും ഞാൻ ഇതിനൊരു 90-95% മാർക്ക് ഞാൻ ഇതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ടുള്ള 6 ഇയർ സെക്യൂരിറ്റി അപ്ഡേഷനും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വേർഷൻ അപ്ഡേഷനൊക്കെ സാംസങ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണ് വാല്യൂ ഓഫ് മണി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വാല്യൂ ഓഫ് മണി ആവും. എങ്ങനെ? ഒരു 5000 ഒരു 6000 രൂപ താത്താണ് ഈ ഒരു ഫോണിന് അവർ കൊടുക്കുന്നത് എങ്കിൽ ഈ ഒരു ഫോണ് സാംസങ് ബ്രാൻഡോട് കൂടി ഈ ഒരു ഫോണ് വാല്യൂ ഓഫ് മണി ആണെന്ന് പറയാം. പക്ഷേ 30,000 രൂപ മുതൽ 37,000 രൂപയ്ക്ക് ഇത് വാല്യൂ ഓഫ് മണി അല്ല. ഏകദേശം 25,000 മുതൽ ഒരു 30,000 രൂപയ്ക്കകത്താണെങ്കിൽ വാല്യൂ ഓഫ് മണി ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ ഇത് വരും, ഈ ഒരു എമൗണ്ടിൽ തന്നെ വരും. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഏകദേശം ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേറ്റിൽ തന്നെ വരുമെന്നുള്ള ഏകദേശം 24 മുതൽ 29,000 രൂപയ്ക്കകത്ത് വെച്ച് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഒരു 2-3 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ ഒരു ഫോണിന്റെ കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. ഇതിനേക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആണ് ആ ഒരു ഫോൺ. അതായത് സാംസങ്ങിന്റെ സാംസങ് S24 FE എന്ന് പറഞ്ഞ മോഡൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആ ഒരു ഫോണാണ്. കാരണം ഫീച്ചേഴ്സിന്റെ കാര്യത്തിലായാലും ശരി, ഡിസ്പ്ലേയുടെ കാര്യത്തിലായാലും ശരി, HDR+ വരെ HDR+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണത്. അപ്പോൾ ഡിസ്പ്ലേ ക്യാമറ എന്നാലും ശരി ഓക്കെയാണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ മറ്റ് പല കാര്യം ഈ പറഞ്ഞ പല കാര്യങ്ങളും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ കാര്യം മാത്രം കുറച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇതിനെക്കാട്ടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഫോണാണ്
സാംസങ് S24 FE എന്ന് പറയുന്ന മോഡൽ. ഇപ്പം ഏകദേശം 60,000 രൂപയിൽ മുകളിൽ കിടന്ന ഈ ഫോണിന് ഇപ്പം 128 വേരിയന്റിന് ഏകദേശം 35,000 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റേതിന് 39,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 256 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ നിങ്ങൾ നോക്കൂ. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 25-26 രൂപയ്ക്കൊക്കെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്പൺ ഫോണുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്പൺ ഫോണുകളും അതുപോലെ വാറണ്ടി ഉള്ള ഫോണുകളും, വാറണ്ടി തീരാത്ത വാറണ്ടി ഉള്ള ഫോണുകളും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്തരം ഫോണുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞങ്ങളുടെ ചാനലിൻ്റെ ബോർഡ് സെക്ഷനിലുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ.